ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു CSC എക്സാം പോയിൻറ്റ്. സോ അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത്രയും നാൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതായി പോയത്. സോ ഇനി മുതൽ മാക്സിമം വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. സോ നമ്മുടെ വീഡിയോസ് കണ്ട് ഇത്രയും നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. മാത്രമല്ല ഇനിയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ താഴെയായിട്ടൊരു ബെൽ ഐക്കൺ കാണും, അതും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. സോ ദാറ്റ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അതേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. സോ ഞാൻ പറഞ്ഞു നമ്മൾ ലാസ്റ്റ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ വെച്ചിട്ടാണ്. സോ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, വി ആർ ഗോയിങ് ടു സീ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ് ഈ വീഡിയോ നമ്മുടെ PSC, നെറ്റ്, ഗേറ്റ് ഒക്കെ എഴുതുന്ന എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും. ഇന്നൊരു എക്സാമിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല പറയുന്നത്. ഈ പറയുന്ന എല്ലാ സബ്ജക്ട്സും നമ്മുടെ എല്ലാ ടെക്നിക്കൽ എക്സാംസിനും ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ തന്നെ ആയിരിക്കും വീഡിയോസിലെ കണ്ടൻറ്റും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ടൈപ്പ് നോക്കാം. സോ ഫസ്റ്റ് ടൈപ്പ് ഇസ് ബാച്ച് പ്രോസസ്സിംഗ് സിസ്റ്റം. സോ പേരിൽ പറയുന്ന പോലെ തന്നെ ബാച്ചായിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഒരേപോലെയുള്ള റിസോഴ്സസ് ആക്സസ് ചെയ്യുന്നതോ അല്ല ഒരേപോലത്തെ നീഡ്സ് വരുന്ന സെറ്റ് ഓഫ് പ്രോസസ്സിനെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ജോബ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനെ ഒരു സെറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. വി ക്യാൻ കോൾ ദാറ്റ് സെറ്റ് ആസ് എ ബാച്ച്. ഓക്കെ, സോ ആ ഒരു ബാച്ചിനെ എന്ത് ചെയ്യുവാണ്, അറ്റ് ദ സെയിം ടൈം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഒരേ സമയത്ത് ഒരു സെറ്റ് ഓഫ് ജോബ്സിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുവാണ്. ആൻഡ് ആ ഒരു സെറ്റിനെ നമുക്കൊരു ബാച്ച് എന്ന് വിളിക്കാം. ഇത് ഒരേ സമയം തന്നെയാണ് എൻ്റെ എക്സിക്യൂഷനും കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ലോജിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പൊതുവേ ഒരു സിമ്പിൾ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ആകെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഒരു ബാച്ച് ജോബിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക, ട്രാൻസ്ഫർ കൺട്രോൾ അടുത്ത സെറ്റ് ഓഫ് ജോബ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ വിത്തിൻ എ ബാച്ച് എന്ത് ചെയ്യണം, ഓരോ ബാച്ചിലെ സർട്ടൺ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് കാണും അല്ലെങ്കിൽ ജോബ്സ് കാണും. അപ്പോൾ ഒരു ജോബ് എക്സിക്യൂട്ട് ചെയ്യുക, തൊട്ടടുത്ത ജോബിന് ആ റിസോഴ്സസ് കൊടുത്ത് അത് ആ ഒരു മാനറിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു എക്സിക്യൂഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ജോബ് വാസ് സബ്മിറ്റഡ് ടു ദ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഇൻ ദ ഫോം ഓഫ് പഞ്ച് കാർഡ്സ്. സോ പഞ്ച് കാർഡ്സിൻ്റെ ഫോർമാറ്റിലാണ് ആക്ച്വലി ബാച്ച് പ്രോസസ്സിംഗ് സിസ്റ്റംസ് ആദ്യം എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരുന്നത്. പേരിൽ പറയുന്ന പോലെ തന്നെ പഞ്ച് കാർഡ്സ് ആയതുകൊണ്ടും നമുക്ക് തന്നെ അറിയാം ഇത് വളരെ കാലങ്ങൾക്ക് മുൻപേ കൊണ്ടുവന്ന ഒരു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. ഓക്കെ, ആൻഡ് കുറേ സമയം നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് പഞ്ച് കാർഡ്സ് അതിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ഒത്തിരി സമയം കഴിയുമ്പോഴത്തേക്കും ആ പഞ്ച് കാർഡ്സ് എന്ത് ചെയ്യും, ഒരു ഔട്ട്പുട്ട് നമുക്ക് പുറത്ത് തരും. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പഞ്ച് കാർഡ്സൊക്കെ യൂസ് ചെയ്തിരുന്ന സമയം, ഇന്നത്തെ കേസിൽ നമുക്ക് ആ ഒരു ബാച്ച് പ്രോസസ്സിങ് എക്സിക്യൂഷൻ അത്രയും ടൈം വേണ്ടി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അറ്റ് ദ ഫസ്റ്റ് സ്റ്റേജ് ബാച്ച് പ്രോസസ്സിങ് കൊണ്ടുവന്ന സമയം പഞ്ച് കാർഡ്സാണ് യൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പഞ്ച് കാർഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോന്നിനെയും ഓരോ ജോബ്സ് ആയിട്ടായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ സർട്ടൺ നമ്പർ ഓഫ് പഞ്ച് കാർഡ്സ് കാണും. ആ പഞ്ച് കാർഡ്സ് ആയിരിക്കും ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ആൻഡ് ഈ ഇത്രയും പഞ്ച് കാർഡ്സിനെയും പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എപ്പോഴായിരിക്കും, മേ ബി സെവറൽ ഡേയ്സ് വരെ നമുക്ക് എടുക്കാം. ഓക്കെ, മേ ബി 1 or 2 days, അതല്ലെങ്കിൽ go up to several days. Okay, so that was a disadvantage with batch processing. Now the operating system was always resident in the memory. എപ്പോഴും മെമ്മറിയിൽ തന്നെയായിരുന്നു ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സിക്യൂഷൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് കോമൺ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാച്ച് പ്രോസസ്സിംഗ് സിസ്റ്റമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മെയിൻലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇൻപുട്ട് ഡിവൈസസിൽ ഒന്നെന്ന് പറയുന്നത് കാർഡ് റീഡറും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടേപ്പ് ഡ്രൈവ്സുമാണ്. Okay, card readers and tape drives were the common input devices that were used in batch processing. And the output devices in the case പറയുകയാണെങ്കിൽ ലൈൻ പ്രിൻറ്റേഴ്സ്, ടേപ്പ് ഡ്രൈവേഴ്സ് ആൻഡ് കാർഡ് പഞ്ചേഴ്സ് ഇത്രയാണ് യൂസ് ചെയ്തിരുന്നത്. നമ്മൾ പറഞ്ഞു ബാച്ച് പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ബാച്ച് പ്രോസസ്സിംഗ് ഹാൻഡിൽ ചെയ്യുന്നത് മെമ്മറിയിൽ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാം,
യൂസേഴ്സ് സിസ്റ്റമായിട്ട് ഡയറക്റ്റ്ലി ഇൻട്രാക്റ്റ് ചെയ്യണം എന്നില്ല. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് യൂസർ പ്രോഗ്രാം ഏരിയ സെപ്പറേറ്റഡ് ആയിരുന്നു. ഓക്കെ, സോ ആ ജോബ്സ്, യൂസറിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ജോബുകളെ സെപ്പറേറ്റ് ചെയ്യുക. ആ സെപ്പറേറ്റ് ചെയ്യുന്ന ജോബിനെ എന്ത് ചെയ്യുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് കൊടുക്കുക. ഇത് മാത്രമായിരുന്നു യൂസറിൻ്റെ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജോബ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി എ പ്രോഗ്രാം, ഇറ്റ് മേ ബി ഡേറ്റ ഓർ സം അതർ കൺട്രോൾ ഇൻഫർമേഷൻസ്. ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബാച്ച് പ്രോസസ്സിംഗ് OSന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സീ ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വി കോൾ ഇറ്റ് ആസ് മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റം. സോ മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്, എപ്പോഴും മനസ്സിൽ ഓർക്കുക മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റം. മൾട്ടി പ്രോഗ്രാമിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദർ വിൽ ബി മൾട്ടിപ്പിൾ പ്രോഗ്രാംസ്. അങ്ങനെ ഓർക്കുക, മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ഉള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൾട്ടി പ്രോഗ്രാംഡ് OS അല്ലെങ്കിൽ മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് ടു എക്സിക്യൂട്ട് ദ നമ്പർ ഓഫ് പ്രോഗ്രാം സൈമൾട്ടേനിയസ്ലി ബൈ എ സിംഗിൾ പ്രോസസ്സർ. ദറ്റ് ഈസ്, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം, നമ്മുടെ മെമ്മറിയിൽ ഒത്തിരി പ്രോഗ്രാം കാണും. ആ കിടക്കുന്ന നമ്പർ ഓഫ് പ്രോഗ്രാംസിൽ നിന്ന് ആദ്യം ഒരാളെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാം. കാര്യം നമ്മൾ പറഞ്ഞു സിംഗിൾ പ്രോസസ്സറാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യും, അറ്റ് എ ടൈം ഒരു പ്രോഗ്രാം എടുക്കും, എക്സിക്യൂട്ട് ചെയ്യും. ദെൻ എക്സിക്യൂട്ട് ചെയ്ത് ഒരു സ്റ്റേജിലെത്തുമ്പോൾ ചിലപ്പോൾ ഈ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം മേ ബി എന്തെങ്കിലും IO റിസോഴ്സസിൻ്റെയോ എന്തെങ്കിലും ആവശ്യത്തിനായിട്ടൊന്ന് എൻഗേജ് ആവും. ആ എൻഗേജ്ഡ് ആവുന്ന ടൈം എന്ത് ചെയ്യും, നെക്സ്റ്റ് പ്രോസസ്സിനെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ലൈക്ക് വൈസ് ആ ഒരു എക്സിക്യൂഷൻ മാനറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൾട്ടി പ്രോഗ്രാംഡ് OS അല്ലെങ്കിൽ മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാനത് ജസ്റ്റ് ഒന്ന് വായിക്കാം. In multiprogramming, the number of processes reside in the main memory at a time, and the operating system will pick and begin to execute one of the jobs in the main memory. If any IO wait happened in a process, then CPU switches from one job to another. So hence, CPU is not idle at any time. So CPU will always be busy in the case of a multi-programmed operating system. So that is the main thing you need to know, and this is a smaller layout of how the programs or jobs were assigned to a multi-programmed operating system. So in this figure we can see that this is a operating system in the space or the memory allotted for operating system, and these are the memory space that is allotted for the processes. Okay, പ്രോസസ്സിന് അലോട്ട് ചെയ്തിട്ടുള്ള മെമ്മറി സ്പേസ് ആണ് ഈ കാണുന്നത്. അവിടെ ഒരു സർട്ടൻ നമ്പർ ഓഫ് ജോബ്സ്, ഇവിടെ ഇപ്പോൾ 5 ജോബ്സ് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം ജോബ് 1 ആണ് OS എക്സിക്യൂഷന് വേണ്ടി എടുക്കുന്നതെങ്കിൽ അതിന് OS എന്ത് ചെയ്യും, എക്സിക്യൂഷൻ തുടങ്ങും. അറ്റ് സം ടൈം ഈ ജോബ് 1 ചിലപ്പോൾ എന്തെങ്കിലും ഒരു IO ഓപ്പറേഷന് വേണ്ടി മൂവ് ചെയ്യും. സോ ഇറ്റ് വിൽ ബി മൂവിങ് ഫോർ IO ഓപ്പറേഷൻ. ഓക്കെ, IO ഓപ്പറേഷന് പോകുമ്പോൾ എന്ത് ചെയ്യും, OSന് പിന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ ജോബില്ല. സോ വാട്ട് OS does is it will take the next job in the queue and it will be executed. എപ്പോഴും ഒരു ക്യൂ ആയിരിക്കും നമ്മുടെ ജോബ്സിൻ്റെ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ CPU ഷെഡ്യൂളിംഗ് വരുമ്പോൾ പഠിക്കും. സോ അതിലോട്ട് ഞാൻ പോകുന്നില്ല, ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ആൻഡ് ദർ ആർ സെവറൽ അഡ്വാൻറ്റേജസ് ഫോർ ദിസ് മൾട്ടി പ്രോഗ്രാംഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വൺ ഇസ് എഫിഷ്യൻറ്റ് മെമ്മറി യൂട്ടിലൈസേഷൻ because always the CPU is busy. So that's why we will get efficient memory utilization. It will increase the throughput. CPU will never be idle, therefore performance also increases. So these are the advantages of multi-programmed operating system. It gives higher memory utilization, gives higher performance because CPU is never idle, and also it increases the throughput. Okay. Now the third type of operating system is time sharing systems. This is one of the main type of operating system that we require nowadays, that is time sharing systems. So time sharing systems can also be called as multitasking system. Okay, time sharing system നമുക്ക് multitasking system എന്നും വിളിക്കാം, or else we can say that it is an extension for multiprogramming. നമ്മൾ നേരത്തെ പറഞ്ഞ multiprogrammingൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഈ പറയുന്ന ടൈം ഷെയറിംഗ് അല്ലെങ്കിൽ മൾട്ടിടാസ്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, so what happens is we will be having multiple jobs to be executed. We will give a particular amount of time for each job to execute. So that is a method being followed in a time shared system. For example, നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ നമുക്ക് ഒരു OS ഉണ്ട് അല്ലേ,
നമുക്ക് certain jobs ഉണ്ട്. Job 1, job 2, job 3, etc. Okay, so what OS does is at first it will start executing the first job. അപ്പോൾ ആരാണോ ആദ്യം വന്നത് അങ്ങനെയാണെങ്കിൽ ജോബ് 1 ആണ് ആദ്യം വന്നതെങ്കിൽ ജോബ് 1നെ ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ്സ് ടേക്കിംഗ് 2 millisecond for job 1, after 2 millisecond what happens is it will stop executing job 1 and it will move for the execution of job 2. So again 2 millisecond എന്ത് ചെയ്യും, job 2 execute ചെയ്യും. again 2 millisecond കഴിയുമ്പോൾ job 2ൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് job 3ൽ പോയിട്ട് 2 millisecond എക്സിക്യൂട്ട് ചെയ്യും. okay, so once that 2 millisecond also expires, what it does, if there is certain program to be executed remaining with job 1, it will move to job 1. okay, so somehow എന്ത് ചെയ്യും, ഈ ഒരു എക്സിക്യൂഷൻ മാനർ അത് ഹാൻഡിൽ ചെയ്യും. സോ സച്ച് എ സിസ്റ്റം ക്യാൻ ബി കോൾഡ് ആസ് എ ടൈം ഷെയറിംഗ് സിസ്റ്റം. ഓക്കെ, സോ ഈ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഈക്വലായിട്ട് ഇത്ര ടൈം ഇന്നൊരു ജോബ് എക്സിക്യൂട്ട് ചെയ്യുവാണെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആ ടൈമിനെ നമ്മൾ പറയുന്ന പേരാണ് ടൈം സ്ലൈസ്. ചില ടെക്സ്റ്റുകളിൽ അതിനെ ടൈം ക്വാണ്ടം എന്നും പറയാറുണ്ട്. ഓക്കെ, ടൈം ക്വാണ്ടം എന്നും പറയാറുണ്ട്. ഇത് നമ്മളെ ഇപ്പോൾ നമ്മുടെ ഷെഡ്യൂളിംഗ് മെത്തേഡ്സൊക്കെ പഠിക്കുമ്പോൾ CPU ഷെഡ്യൂളിംഗ് ടെക്നിക്സൊക്കെ പഠിക്കുന്ന ടൈം നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ടെക്നിക്കുണ്ട്, ദാറ്റ് ഇസ് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ്. ആ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ടൈം ഷെയർഡ് സിസ്റ്റം. ഓക്കെ, സോ ഇങ്ങനൊരു ടൈം ഷെയർഡ് സിസ്റ്റം യൂസ് ചെയ്യുന്ന കുറച്ച് OSന് എക്സാമ്പിളാണ് മൾട്ടിക്സ്, യൂണിക്സ്, എക്സെട്ര. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സീ ദ ടൈപ്സ് ഓഫ് OS, മെയിൻ ടൈപ്സ് ഓഫ് OS, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെ ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മെയിൻ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് OS ആണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. ഒന്ന് സിംഗിൾ യൂസർ സിസ്റ്റം ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് മൾട്ടി യൂസർ സിസ്റ്റം. പേരിൽ തന്നെ ഉണ്ട്. സിംഗിൾ യൂസർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം യൂസ് ചെയ്യാൻ അറ്റ് എ ടൈം ഒരാൾ മാത്രമേ കാണത്തുള്ളൂ, ഒരു യൂസർ മാത്രമായിരിക്കും ആ സിസ്റ്റത്തിനെ ഹാൻഡിൽ ചെയ്യുന്നത്. and it is popularly associated with desktop system. okay, സ്റ്റാൻഡ് അലോൺ സിസ്റ്റംസ് ആയിരിക്കും. പ്രത്യേകിച്ച് യൂസർ അക്കൗണ്ട്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാര്യം ഈ ഒരാൾ തന്നെ ആയിരിക്കും ആ ഫുൾ സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു OSന് എക്സാമ്പിളാണ് ഡോസ്. ഇത് നോക്കി വെച്ചേക്കുക. ഈ ഡോസ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ചിലപ്പോൾ ഏതാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡോസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഹിയർ, സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നേരെ മറിച്ച് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് ആയിരിക്കും സിസ്റ്റം ആക്സസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ആക്സസ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ സൂക്ഷിക്കേണ്ട ആ ഒരു സാഹചര്യം നമുക്കുണ്ടാവുകയാണ്. സോ വി വിൽ മെയിൻറ്റെയിൻ ആ ഡേറ്റാബേസ്, അല്ലെങ്കിൽ വി വിൽ കോൾ ഇറ്റ് എസ് എ ലോഗ് ഓർ ട്രാൻസാക്ഷൻ ലോഗ് എന്നൊക്കെ നമ്മൾ പറയും. സോ അങ്ങനെ ഒരു ലോഗ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും, സോ ദാറ്റ് ആരൊക്കെയാണ് സിസ്റ്റം ആക്സസ് ചെയ്തതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ മൾട്ടി യൂസർ സിസ്റ്റം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടൈം ഷെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ഫ്രെയിംഡോ അല്ലെങ്കിൽ മൾട്ടി യൂസർ സിസ്റ്റംസോ ഒക്കെ എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഈ ടൈം ഷെയറിംഗ് മെത്തേഡ് തന്നെയായിരിക്കും. ഓക്കെ, ആൻഡ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടി യൂസർ സിസ്റ്റം ഇസ് യൂണിക്സ്. ഓക്കെ, മൾട്ടി യൂസർ സിസ്റ്റത്തിന് എക്സാമ്പിൾ യൂണിക്സും സിംഗിൾ യൂസർ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡോസുമാണ്. ഓക്കെ, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡോസ്. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കാനുള്ളൂ. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോസ് ഷെയർ ചെയ്യുക, സോ ദാറ്റ് അവർക്കും ഇത് യൂസ്ഫുൾ ആകും. മാത്രമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അതിൻ്റെ താഴെയായിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതും കൂടെ സെലക്ട് ചെയ്ത് വയ്ക്കുക. സോ ദാറ്റ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻസും കിട്ടും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.